ഇതാണ് വേണി. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെയും വീട്ടമ്മയുടെയും രണ്ട് പെൺമക്കളിൽ മൂത്തവൾ. PG കഴിഞ്ഞ് നിൽക്കുകയാണ്. അവൾക്ക് വീട്ടിൽ കല്യാണാലോചനകൾ ആലോചിച്ചു തുടങ്ങി. അവൾക്കാണെങ്കിൽ വിവാഹത്തേക്കാൾ ഒരു ജോലി വാങ്ങണം, സെറ്റിൽ ആവണം എന്നുള്ളതാണ് അവളുടെ ആഗ്രഹം. പക്ഷേ അച്ഛനാവട്ടെ താൻ റിട്ടയർ ആവുന്നതിന് മുന്നേ മകളുടെ കല്യാണം നടന്നു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം അച്ഛനും അമ്മയും കൂടി രണ്ട് പെൺമക്കളെയും അടുത്ത് വിളിച്ചിരുത്തി കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. അച്ഛൻ പറഞ്ഞു, മോളെ, നാളെ ഒരു കൂട്ടർ നിന്നെ പെണ്ണ് കാണാൻ വരും. ചെറുക്കന് PWD എഞ്ചിനീയർ ആണ്, നല്ല ജോലിയാണ്, നല്ല വീട്ടുകാരും എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. എൻ്റെ മോള് ഇതിന് സമ്മതിക്കണം. വേണി കുറച്ച് ആലോചിച്ച ശേഷം പറഞ്ഞു, എന്തായാലും അവർ വന്ന് നോക്കട്ടെ അച്ഛാ, ഞാൻ സംസാരിക്കട്ടെ, എനിക്ക് ഇഷ്ടമാണെങ്കിൽ പറയാം. അങ്ങനെ പിറ്റേന്ന് തന്നെ വേണിയെ പെണ്ണ് കാണാൻ പയ്യനും അച്ഛനും അമ്മയും കൂടെ എത്തി. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകനാണ് ഈ ഹരികൃഷ്ണൻ. പക്ഷേ പയ്യനെ കണ്ട മാത്രയിൽ അനിയത്തിക്കുട്ടി ചാടി കയറി അവളോട് പറഞ്ഞു, ചേച്ചി നിനക്കിത് വേണ്ട കേട്ടോ, അവൻ നല്ലോണം കറുത്തിട്ടാണ്. എൻ്റെ ചേച്ചി വെളുത്ത് നല്ല സുന്ദരിയല്ലേ, നിനക്ക് ഇതിലെയും നല്ല പയ്യന്മാരെ കിട്ടും. അങ്ങനെ വേണിയും ഹരിയും കൂടെ സംസാരിച്ചു. അപ്പോഴും ഹരി പറഞ്ഞത്, എൻ്റെ ഇത് 22ാമത്തെ പെണ്ണുകാണലാണ് എന്നാണ്. എല്ലാവർക്കും എനിക്കിഷ്ടപ്പെടും, പക്ഷേ എന്നെ ആർക്കും ഇഷ്ടപ്പെടില്ല. എൻ്റെ കളർ കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. കുട്ടിയും സംസാരിച്ച് നോക്കിയിട്ട് അഭിപ്രായം പിന്നീട് അറിയിച്ചാൽ മതി. ഞാൻ പറയാനുള്ളത് ഓപ്പണായി പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് അതാണ് ശീലവും. വേണിയും ഞാൻ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിച്ചിട്ട് എൻ്റെ അഭിപ്രായം ഉടനെ തന്നെ അറിയിക്കാം എന്ന് എഗ്രി ചെയ്തു. കല്യാണത്തിന് അച്ഛൻ നിർബന്ധിച്ചിരുന്നെങ്കിലും പയ്യനെ കണ്ടപ്പോൾ അച്ഛനും ഒരു ചെറിയ വിഷമം തോന്നി. മോളെ, നിനക്ക് പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം കല്യാണം നടത്തിയാൽ മതി, അച്ഛനും അമ്മയ്ക്കും അതേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു. വേണിക്കും ഒരു പകുതി മനസ്സായിരുന്നു. പക്ഷേ ഹരിയോട് സംസാരിച്ചപ്പോൾ കിട്ടിയ ഒരു പോസിറ്റീവ് വൈബ്, അത് അവൾക്ക് നല്ലോണം ഫീൽ ചെയ്തു. അവൾ പറഞ്ഞു, അച്ഛാ, ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ, ഒന്നുകൂടെ ചിന്തിച്ചിട്ട് ഞാനൊരു മറുപടി പറയാം. അവൾക്കറിയാം, അവരെ തമ്മിൽ കാണുമ്പോൾ അവരുടെ കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ ചിലപ്പോൾ കളിയാക്കിയിരിക്കും. പഞ്ചസാരയും തേയിലയെന്നും കാക്കയും കൊക്കെന്നും ഒക്കെ പറഞ്ഞിരിക്കും. പക്ഷെ എന്തോ അവനെ റിജക്റ്റ് ചെയ്യാൻ അവൾക്ക് തോന്നിയില്ല. എന്തും വരട്ടെ, എന്നായാലും ഒരിക്കൽ കല്യാണം കഴിക്കണം, എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരാളെ തന്നെ ആയിരിക്കട്ടെ എന്ന് അവൾ തീരുമാനിച്ചു. ആ തീരുമാനം ഉടനെ തന്നെ അവൾ അച്ഛനെ അറിയിക്കുകയും ചെയ്തു. പിന്നെ അധികം താമസമൊന്നും ഉണ്ടായില്ല. ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ നമ്മുടെ ഹരിയും വേണിയും വിവാഹിതരായി കേട്ടോ. പക്ഷേ ആ കല്യാണ ദിവസം മുഴുവൻ വേണി കേട്ടത് അവന്റെ നിറത്തെ കളിയാക്കിക്കൊണ്ടുള്ള കുറേ കാര്യങ്ങളായിരുന്നു, അവളുടെ ഫ്രണ്ട്സിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഒക്കെ. പക്ഷേ ഹരിക്ക് അവളോടുള്ള സമീപനം അതൊരു ഭയങ്കരം തന്നെയായിരുന്നു. ഒരുപക്ഷെ അവളുടെ മനസ്സ് മനസ്സിലാക്കിയോ എന്തോ. ഹരി അവൾ പറഞ്ഞു, ഇഷ്ടംപോലെ സമയം എടുത്തോ വേണി, ഞാനുമായിട്ടുള്ളൊരു ജീവിതം അതിനുശേഷം മാത്രം നമുക്ക് തുടങ്ങിയാൽ മതി. തൻ്റെ മനസ്സ് പൂർണ്ണമായും ഒന്ന് ഇതുമായി പൊരുത്തപ്പെടട്ടെ, പുതിയൊരു അന്തരീക്ഷമില്ല. ശരിക്കും ആ വാക്കുകൾ വേണിയിലുണ്ടാക്കിയ ആശ്വാസം ചെറുതൊന്നുമല്ല. അവൾ മനസ്സിലോർത്തു, ഒന്നുമില്ലേലും ഒരു സ്ത്രീ എന്താണെന്നും അവളുടെ മനസ്സെന്താണെന്നും മനസ്സിലാക്കാൻ അയാൾക്ക് പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഹരിയെക്കുറിച്ചുള്ള ചിന്തകളും ആകുലതകളും ഒക്കെ മനസ്സിലിട്ട് വേണി അന്ന് കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഉണർന്ന് അടുക്കളയിൽ വന്ന വേണി കണ്ട കാഴ്ച വേണിയെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ആ വീട്ടിലെ അച്ഛനും അമ്മയും കൂടി ഒരുമിച്ച് അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്നു. ഒരാൾ ദോശ ചുടുന്നു, ഒരാൾ ചമ്മന്തി അരയ്ക്കുന്നു. അവളെ സംബന്ധിച്ച് അതൊരു പുതിയ അറിവായിരുന്നു. കാരണം വീട്ടിൽ അച്ഛൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, അമ്മ വീട്ടമ്മയാണ്. എങ്കിൽ പോലും ഒരു ദിവസം പോലും അച്ഛനെ അടുക്കളയിൽ അവൾ കണ്ടിട്ടില്ല. അവർ തമ്മിൽ സ്നേഹവും കാര്യവും ഒക്കെയാണ്. പക്ഷെ അടുക്കളയിൽ കയറുന്നത് എന്തോ അച്ഛന് ഇഷ്ടമായിരുന്നില്ല. അവളുടെ ആ നോട്ടം കണ്ട അച്ഛനും അമ്മയും ഒരുപോലെ ചോദിച്ചു, മോളെന്താ ഇങ്ങനെ നോക്കുന്നത്? ഞങ്ങൾക്കിതിവിടെ ശീലമാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ജോലിക്കാരാണ്. ഞങ്ങൾ രാവിലെ പോകുന്നതിന് മുന്നേ ഒരുപോലെ ജോലികൾ തീർത്ത് ഒന്നിച്ചിറങ്ങും. അതാണ് ഞങ്ങളുടെ പതിവ്. ഇപ്പോൾ റിട്ടയർ ആയതിനു ശേഷവും ഞങ്ങൾ അത് തന്നെ പിന്തുടരുന്നു. ഞങ്ങളുടെ മോനും ഇത് ശീലമാണ്. അവനും അടുക്കളയിൽ വരാറുണ്ട്. ഇന്നിപ്പോൾ എഴുന്നേക്കാൻ താമസിച്ചത് കൊണ്ടാണ്. അവക്ക് ഇതൊക്കെ ഒരു പുതിയ കാഴ്ചകളായിരുന്നു. അവിടുത്തെ രീതികളും അവരുടെ സ്വഭാവവുമൊക്കെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവളെ ഞെട്ടിച്ചു കളഞ്ഞു.
അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള നല്ല മനുഷ്യരുടെ ഇടയിലേക്ക് അവൾ എത്തിപ്പെടുമെന്ന്. അതുമാത്രമല്ല, ആ അച്ഛനും അമ്മയും ഒരുപോലെ പറഞ്ഞു, മോളെ നീ ഇനിയും പഠിക്കണം, ജോലി മേടിക്കണം. അച്ഛൻ പറഞ്ഞു, ഇവൾ എൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് പഠിച്ചതും ഒരു ടീച്ചറായതും ഒക്കെ. മോൾക്കും അതുപോലെ പറ്റും. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കി തരും. മോള് പഠിച്ചാൽ മാത്രം മതി. ശരിക്കും ആ വാക്കുകൾ അവളിൽ നൽകിയ ഊർജം ചെറുതൊന്നുമല്ല കേട്ടോ. അങ്ങനെ അവൾ ഒരു ജോലിക്ക് വേണ്ടി പഠിച്ചു തുടങ്ങി. അതുകൂടാതെ ഹരിക്ക് അവളോടുള്ള സമീപനം അതൊരു പ്രത്യേക തരമായിരുന്നു. പതുക്കെ പതുക്കെ വേണിക്ക് അവനില്ലാതെ പറ്റില്ലെന്നായി. അവനോട് അത്രത്തോളം അടുത്തു അവള്. വേണിയുടെയും ഹരിയുടെയും ദാമ്പത്യ ജീവിതം ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. ഓരോ നിമിഷവും വേണി അറിയുകയായിരുന്നു ഹരി എന്താണെന്നും അവന്റെ സ്നേഹം എന്താണെന്നും. അവന്റെ ശരീരത്തിൽ മാത്രമേ കറുപ്പുള്ളൂ, അകം മൊത്തം വെളുത്ത് സുന്ദരമാണെന്നും. അത്രത്തോളം സ്നേഹമായിരുന്നു. അവളെന്ന് വെച്ചാൽ ജീവനായിരുന്നു. അവൾ ഓരോ നിമിഷവും അനുഭവിച്ച് അറിഞ്ഞ് ജീവിച്ചു. അതിലേറെ പ്രണയിച്ചു. ആ പ്രണയമുണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീലായിരുന്നു. പരസ്പരം അറിഞ്ഞ് പ്രണയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. അത് വീണിക്കും ഹരിക്കും നല്ലവണ്ണം അനുഭവിക്കാൻ പറ്റി. അവരുടെ ഇനി വരുന്ന തലമുറകളും ഈ സന്തോഷം അനുഭവിച്ച് ഹാപ്പിയായി ഇരിക്കട്ടെ.